ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ കേട്ടോളൂ. 7 സമുദ്രങ്ങളാണുള്ളത്. അതിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്? 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേരെന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര് രത്നാകര എന്നാണ്. എന്താണ്? രത്നാകര എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രം ഒരു സമുദ്രത്തിന്റെ, ഒരു ദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ആണ്. മഡഗാസ്കർ. എട്ടാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മഡഗാസ്കർ ആണ്. എട്ടാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളായ കടലുകൾ ഏതൊക്കെയാണ്? കടലുകൾ ചെങ്കടല്, അതുപോലെ അറബിക്കടല്, പേർഷ്യൻ കടല്, ബംഗാൾ ഉൾക്കടൽ. ഇതെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള കടലുകളാണ്. അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊസാംബിക്കും മൊസാംബിക്കും അഗുൽഹാസും ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ ഗർത്തമാണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു PSC വിദ്യാർത്ഥി ഇന്ത്യൻ മഹാസമുദ്രങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം.